ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയർ ചലഞ്ചിൻ്റെ 21ാമത്തെ ദിവസമാണ്. അപ്പം ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടിയിട്ട് ഇന്നത്തേക്കുള്ള പാക്ക് ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ എന്നാണോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, അതായത് ഇന്നല്ലേ അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ തലേ ദിവസം രാത്രിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് വീക്ക്, അതായത് ചലഞ്ച് തുടങ്ങിയ ഫസ്റ്റ് വീക്കിൽ ഇട്ട് കൊടുത്ത മെയിനായിട്ടുള്ള ആ ഒരു പാക്കാണ് ഇന്നും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്രത്തോളം ബെനിഫിറ്റ്സ് ഉള്ള ഒരു പാക്കാണത്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് ഈ ഒരു പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് വീണ്ടും ഒന്നും കൂടി ഈ ഒരു വീഡിയോയിൽ എടുത്ത് പറയാത്തത് കേട്ടോ. അപ്പോൾ ഇതിൽ ഹെന്ന പൗഡർ, കറി ലീഫ് പൗഡർ, നീം പൗഡർ, അതുപോലെ തന്നെ ഹിബിസ്കസ് പൗഡറുണ്ട്, പിന്നെ ബീട്രൂട്ടിൻ്റെ പൗഡറും ഉണ്ട്. ഇത്രയും പൗഡേഴ്സാണ് ഞാൻ ഈ ഒരു പാക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ കറക്റ്റായിട്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നവരെങ്കിൽ ആ വീഡിയോ കാണൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കി യൂസ് ചെയ്ത്, അതായത് ഈ ഒരു ചലഞ്ച് എടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്ങനെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു പാക്ക് ഉണ്ടാക്കേണ്ടതും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതും. അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് മുടിയുടെ ലെങ്തിലേക്ക് കുറച്ച് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മുടിയെ അത്യാവശ്യം ഒന്ന് തിക്കാക്കാൻ സഹായിക്കും. അതായത് കുറച്ചൊന്ന് പാറിപ്പറന്ന് കിടക്കും കേട്ടോ ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു പാക്കിന് മുൻപായിട്ട് കുറച്ച് ലെങ്തിലേക്ക് ഓയിൽ യൂസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ സ്കാൽപ്പിൽ ഞാൻ തലേദിവസം നൈറ്റ് തന്നെ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഇന്നത്തെ ദിവസം രാവിലെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ശേഷം വേണം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ എല്ലാ പാക്കുകളും അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട്, എങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് പറ്റണേ ആ ഒരു രീതിക്ക് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ മുടിയുടെ പാർട്ടീഷനായിട്ട് എടുത്തിട്ട് സ്കാൽപ്പ് മുതൽ മുടിയുടെ ലെങ്ത് വരെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ചുറ്റി നടുക്ക് ചുറ്റി കെട്ടി വയ്ക്കാം. എന്നിട്ട് ഫുള്ളായിട്ട് കെട്ടി ഒരു റൗണ്ടാക്കി വയ്ക്കാം. അങ്ങനെ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്താലാണ് സ്കാൽപ്പിൻ്റെ എല്ലായിടത്തും എത്തി എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുക. അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താലും നമ്മൾ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ മുടിയുടെ തുമ്പിലേക്ക് ബാക്കി വരികയാണെങ്കിൽ മുടിയുടെ ലെങ്തിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പൗഡേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവയൊക്കെ ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് മൈലാഞ്ചിയുടെ ഇലയുണ്ട്, പിന്നെ ലീവ്സ്, അതായത് വേപ്പില, ഇതൊക്കെ ഉണ്ടെങ്കിൽ ചെമ്പരത്തി പൂവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ യൂസ് ചെയ്യുന്ന കറിവേപ്പില എല്ലാം കൂടി നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും റിസൾട്ട് തരുന്നത്. കാരണം അവയൊക്കെ നമുക്ക് ഒറിജിനൽ ആണെന്ന് വിശ്വസിക്കാമല്ലോ. അപ്പോൾ നമ്മൾ ഈ പൗഡേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ എത്രമാത്രം ക്വാളിറ്റി വൈസ് അത് പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യുന്ന പൗഡേഴ്സ് എല്ലാം ഇപ്പോൾ നിങ്ങൾ അങ്ങാടിക്കടകളിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും അല്ലാതെ ഷോപ്സിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും ഓൺലൈൻ വഴി യൂസ് ചെയ്യുകയാണെങ്കിലും ഒക്കെ അതിൻ്റെ ക്വാളിറ്റി വൈസ് അത് നല്ലതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കേട്ടോ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നെങ്കിലേ നമുക്ക് അതിൻ്റെ ഒരു നമ്മൾ ചെയ്യണതിൻ്റെ ഒരു ഫലം കിട്ടുകയുള്ളൂ. അപ്പോൾ മാക്സിമം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഈ ഒരു പാക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടിക്ക് ഒരുപാട് റിസൾട്ട് നൽകുന്ന ഒന്നാണ് കേട്ടോ. അതായത് കറിവേപ്പില ആണെങ്കിലും, അതുപോലെ തന്നെ ബീട്രൂട്ട് ആണെങ്കിലും, ചെമ്പരത്തി പൂവാണെങ്കിലും, ഹെന്നയാണെങ്കിലും ഒക്കെ നമ്മുടെ മുടിക്ക് അത്രത്തോളം ബെനിഫിറ്റ്സ് നൽകുന്ന ഒന്നാണ്. നമ്മുടെ സ്കാൽപ്പിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഈ ഒരു പാക്ക് മതി അതെല്ലാം കളയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്കാണെങ്കിലും ഈ ഒരു പാക്ക് മതി നന്നായിട്ട് നമ്മുടെ മുടീനെ ആ ഒരു
ഗ്രോത്ത് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ഉള്ളു കൂട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ സഹായിക്കുന്ന ഒരു പാക്കാണിത്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ എടുത്തത് പൗഡേഴ്സിൻ്റെ അളവ് കൂട്ടിയിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിയുടെ ലെങ്ത്തിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ മുടിയുടെ ലെങ്ത്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. മുടിക്ക് പെട്ടെന്ന് ഒരു വോളിയം വെച്ച പോലെ തോന്നും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ ഒരു പാക്ക് ഫുള്ളായിട്ട് ഓരോ ലെങ്ത് വൈസ് എടുത്തിട്ട് ഞാൻ ഫുള്ളായിട്ട് ഇപ്പം സ്കാൽപ്പിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത ശേഷം മുടിയുടെ ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ട് ലെങ്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് ഫുള്ളായിട്ട് മേലെ കെട്ടി വെച്ച് അതിന് ശേഷം ഒരു കവറിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് ജസ്റ്റ് നിങ്ങളൊരു പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും വെച്ചിട്ട് മുടി ഒന്ന് കവർ ചെയ്യുക. അതിന് ശേഷം നമുക്കൊരു 30 മിനിറ്റ്സ് ടു 1 അവർ വരെ ഒരു 1 അവർ വെച്ചേക്കുന്നതാണ് കേട്ടോ നല്ലത്. ഒരു 1 അവർ വെച്ചേക്കാം. അതിന് ശേഷം നമുക്ക് വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട. അപ്പോൾ ഇനി നാളത്തെ ദിവസം എന്ന് പറയുന്നത് പാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നൈറ്റ് ഓയിൽ അപ്ലൈ ചെയ്യുന്നവർ നൈറ്റ് ഓയിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ പിറ്റേ ദിവസമാണെങ്കിൽ അങ്ങനെ തന്നെ. അപ്പോൾ വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.